പുലിക ക്രാഫ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കരിമ്പന തേങ്ങ വെച്ചിട്ട് കേട്ടോ, കരിമ്പന തേങ്ങ ചെറിയ ഇത് ആകുമ്പോൾ അച്ചിങ്ങയുടെ വലുപ്പത്തിലാവുന്ന സമയത്ത് കൊഴിഞ്ഞ് വീഴുന്ന അത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഷോപ്പ് കഴിഞ്ഞിട്ട് വൈകുന്നേരങ്ങളിൽ പറമ്പിൽ കൂടെ വീടിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു വലിയൊരു പറമ്പുണ്ട്, അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടി പോയപ്പോഴാണ് കേട്ടോ ഇത് കണ്ടത്. അപ്പോൾ ഇത് എടുക്കുന്ന ഇത് എങ്ങനെ ഇത് കിട്ടുക, എവിടെ നിന്നാണ് കിട്ടുന്നത്, എങ്ങനെ കിട്ടിയെന്നുള്ളത് ഞാൻ ആ ഒരു വീഡിയോയും കൂടി ഇത് കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ പാളയൊക്കെ പെറുക്കുന്ന സ്ഥലം കേട്ടോ. ഈ വീട്ടിൽ നിന്നാണ് നമ്മൾ പാളയൊക്കെ പെറുക്കാറ്. ഇവിടെ പെറുക്കാൻ വരുന്ന സമയത്ത് ഒരുപാട് പാളയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് പാള പെറുക്കിയിട്ട് കുറേ കഴുങ്ങുണ്ട് ഇവിടുന്ന് പെറുക്കിയിട്ടാണ് ഞങ്ങൾ പാളയ്ക്ക് പാളപ്പൂവിനൊക്കെ എടുക്കാറ് കേട്ടോ. എത്ര പെറുക്കിയാലും കഴിയില്ല. അതിൻ്റെ ബാക്കിലേക്ക് ഒരുപാട് സ്ഥലമുണ്ട് കണ്ടോ. ഇവിടെയൊക്കെ നിറച്ച് വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് എന്താ പറയുക കഴുങ്ങ് നിൽക്കുന്നുണ്ട് ഇവിടെ. തെങ്ങും കഴുങ്ങും എല്ലാം കൂടി കൂടിയിട്ടാട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇവരുടെ ബാക്കിലും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒരുപാട് സ്ഥലമുണ്ട്. നമ്മൾ ഇനി ആ കരിമന പുരണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ പോകുന്നത്. ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ ഒരു പാറ ഉണ്ട്, ബാക്കിൽ ഒരു കോറിയൊക്കെ നടത്തുന്ന ഒരു സ്ഥലം കേട്ടോ. അവിടെ ഞങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോൾ ഓരോ ഐറ്റമൊക്കെ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോയിട്ട് ഈ കരിമേനയുടെ പോലത്തെ ഒരുപാട് ഐറ്റങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ഐറ്റമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണങ്ങിയത് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ പാറയുടെ മുകളിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ ഇവിടെ ഇങ്ങനെ ഒരു സീമക്കൊന്നയുടെ വീണ് ഉണങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന കണ്ടു കേട്ടോ. ഇവിടെ കണ്ടോ ഒരു സീമക്കൊന്ന ഉണങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറേ കായൊക്കെ പിരിഞ്ഞിട്ട് അതിൻ്റെ കായ ഇങ്ങനെ പൊട്ടിയിട്ട് ഇങ്ങനെ വീണിട്ട് കിടക്കാറുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഉണങ്ങിയിട്ട് കുറേ കിടക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ചുവട്ടിൽ കണ്ടോ കുറേ വീണ് കിടക്കുന്നുണ്ട്. ഒരു പിരിഞ്ഞും കൊണ്ട് ഈ കായ കണ്ടോ കുറച്ചിങ്ങനെ അങ്ങോട്ട് പിരിഞ്ഞിട്ടും ഇങ്ങോട്ട് പിരിഞ്ഞിട്ടായിട്ട് കുറേ കായ പൊട്ടിത്തെറിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വീണിട്ട് ചുവട്ടിൽ ഒരുപാട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നാല് പുറമൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. പാറയുടെ ഇതാണ് കേട്ടോ കായ കണ്ടോ. കുറേ പിരിഞ്ഞ് നിൽക്കുന്ന അതാ വീണ് ഇതിൻ്റെ മുകളിലൊക്കെ കണ്ടില്ലേ. ഈ സീമക്കൊന്ന പറഞ്ഞാൽ അറിയാത്തവരൊന്നും ഉണ്ടാവില്ല. സീമക്കൊന്നയുടെ ഇതിൻ്റെ മുകളിൽ കായ അത് ഉണങ്ങിയിട്ട് പൊട്ടിയിട്ട് ഇങ്ങനെ പിരിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞിങ്ങനെ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു പ്രാവശ്യം ഫ്ലവർ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അത് ഞാൻ കുറേ പെറുക്കി എടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറേ പെറുക്കി കൂട്ടിയിട്ട് ഇങ്ങനെ അവിടെ നിന്നൊക്കെ പെറുക്കി കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഇവിടെ നാല് പുറം കണ്ടോ ഒരുപാട് വലിയ പാറയൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലമുണ്ട്. ഇവിടെ ഇങ്ങനെ ഉണങ്ങിയിട്ട് കുറേ പുല്ലും അതും ഇതൊക്കെ നിൽക്കുന്നുണ്ട്, മരങ്ങളൊക്കെ ആയിട്ട്. ഇത് വേറൊരു ഐറ്റം ഇങ്ങനെ ഉണങ്ങിയിട്ട് ഡ്രൈ ഫ്ലവറിനായിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കേട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇതൊക്കെ ഒരുപാട് മുമ്പേയും കുറേ പൊട്ടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കണ്ടോ കുറേ ഉണ്ട്. നമ്മൾ ഇത് ഉണങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളിത് പൊട്ടിച്ചിട്ട് കൊണ്ടുവരണം. ഇതിപ്പോൾ കുറച്ച് ഉണങ്ങിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇത് എന്താ പറയുക, നമ്മൾ ഈ ഇതേപോലെ തന്നെ ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാൽ ശരിയാവും. ഇപ്പോൾ ഉണ്ടോ ഒരുപാട് സമയമൊക്കെ കുറച്ച് വൈകിയിട്ടുണ്ട്. ഞാൻ ഷോപ്പിൽ നിന്ന് അങ്ങനെ വന്ന ഒരു ഇതിൽ പിന്നെ ഒന്ന് പോയി നോക്കാം വെയിലാറിയിട്ട് വിചാരിച്ചിട്ട് കയറിയതാണ് കേട്ടോ. വലിയ പാറയാണ് ഇവിടെ, വലിയ കോറിയൊക്കെ ഉണ്ട്. കല്ല് പൊട്ടിക്കുന്ന കോറിയില്ലേ അതൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ കുറേ പുല്ലുകളും കരിമ്പനയും അതും ഇതൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഉണങ്ങിയ മരങ്ങളും ഒരുപാട് നല്ല സ്ഥലമാണ് കേട്ടോ. കാണാനും ഇവിടെ നേരം പോകാനൊക്കെ ഒരുപാട് പേര് വന്നിരിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കുറച്ച് പെറുക്കിയിട്ട് ഇവിടെ ഇങ്ങനെ കൂട്ടി വയ്ക്കാം. ഇതിൻ്റെ നാല് പുറം പെറുക്കിയിട്ട് ഒരുപാട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പെറുക്കി കൂട്ടി. ഇതാണ് ഉണങ്ങുന്നതിന് മുന്നുള്ളതാണ് കേട്ടോ സീമക്കൊന്നത്. ഉണങ്ങിക്കഴിഞ്ഞാലാണ് ഇതിങ്ങനെ ഓരോന്ന് പൊട്ടിത്തെറിച്ചിട്ട് ഇങ്ങനെ വീഴും. എല്ലായിടത്തും കൂടി നിറച്ച് വീണ് കിടക്കുന്നുണ്ടാവും. ഇപ്പോൾ വെയിലാറിയിട്ട് ഒരുപാട് പേരൊക്കെ ഇവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വന്നിരിക്കാറുണ്ട് കേട്ടോ. കാറ്റ് കൊള്ളാനൊക്കെ നല്ല സുഖമാണ്, നല്ല സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തിരഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഒരുപാട് ഐറ്റം കിട്ടും. അതങ്ങനെ കുറേയൊക്കെ പെറുക്കിയിട്ടൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുക. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടും. പുല്ലായാലും ശരി, ഇനി ഉണങ്ങിയിട്ടുള്ള എന്തായാലും ശരി നമുക്ക് കിട്ടും. ഞാനിതിവിടെ കുറേ പെറുക്കി കൂട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ കവറിൽ കുറച്ച് പെറുക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒരു പ്രാവശ്യം ഇത് വെച്ചിട്ടുള്ള ഐറ്റം ഞാൻ മുമ്പ് ഇനി കാണിച്ചു തരാം കേട്ടോ. ഇതും അതേപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ ഉണങ്ങിയിട്ടുള്ള ഒരു മുത്ത് പോലെ നല്ല രസം. അത് കളർ കൊടുത്താലും ഇനി ഗോൾഡൻ കളർ കൊടുത്താലും രസമുണ്ടാവും.
എന്ത് കളർ വേണമെങ്കിലും കൊടുത്താലും രസമുണ്ടാവും കേട്ടോ. ഇതും ഞാൻ കുറച്ച് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതും ഇതേപോലെ തന്നെ ഉണങ്ങുന്നതിൻ്റെ മുന്നേ, കുറച്ച് ഉണങ്ങുന്നതിന് മുന്നേ പൊട്ടിച്ച് വയ്ക്കണം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് വഴുകി അത് ഒന്നും കൂടി നല്ല ഉണങ്ങിപ്പോയി. അപ്പോഴാണ് എന്താ പറയുക പൊട്ടിക്കാൻ പറ്റിയത്. നല്ല ഉണങ്ങുന്നതിന് മുന്നേ ഒക്കെ പൊട്ടിക്കണം. അത് കണ്ടോ, 4 പുറം നല്ല സ്ഥലങ്ങളാട്ടോ. പച്ച പിടിച്ചിട്ട് ഒരുപാട് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇനിയും കുറച്ച് വീണ് കിടക്കണ്ടോ നോക്കാം. ഇത് ഞാൻ കുറച്ച് കൂടുതൽ പൊട്ടിച്ചിട്ടുണ്ട്. ഇതും ഞാൻ പൊട്ടിച്ചിട്ട് ഇതേപോലെ തന്നെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും കിട്ടുന്നതൊക്കെ ഞാനിങ്ങനെ പൊട്ടിച്ചിട്ട് റെഡിയാക്കി കൊണ്ടുപോയി വയ്ക്കും. പിന്നെ നമുക്ക് കിട്ടില്ല. ഇതുണ്ടാവുന്ന സമയത്ത് മാത്രമാണ് നമുക്കിത് കിട്ടുള്ളൂ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ പൊട്ടിക്കാറുണ്ട് ഇങ്ങനെ ഒരുപാട്. പക്ഷേ ഇത് അത്ര പെട്ടെന്ന് നശിച്ചു പോണ സാധനമൊന്നുമല്ല. ഇത് 2-3 വർഷം മുമ്പത്തേക്ക് എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഇങ്ങനെ ഓരോ പ്രാവശ്യമൊക്കെ ആയിട്ടല്ലേ നമുക്ക് വീഡിയോ ഒക്കെ ഇങ്ങനെ ഇടാൻ പറ്റുള്ളൂ. ഇതേപോലെയൊക്കെ തിരഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിറച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ പെറുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. പിന്നെ അതുകൊണ്ടോ കരിമ്പനയുടെ പട്ട, ഇതും ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ഈ പട്ടയൊക്കെ ആവശ്യം കേട്ടോ. ഇതും കൊണ്ടും നമുക്ക് പലതും ഉണ്ടാക്കാൻ പറ്റും. കയ്യൊക്കെ മുറിയുന്നു നോക്കണം കേട്ടോ. ഇതിൻ്റെ മുള്ള് പോലെ, ഇതിൻ്റെ 4 പുറം മുള്ള് പോലെ ഉണ്ട്. എൻ്റെ കയ്യിൽ തട്ടിയിട്ട് ചെറുതായിട്ടൊരു കോറിയിട്ട് ചെറിയൊരു മുറി പോലെ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. പതുക്കെ വേണം കേട്ടോ ഇത് ചെത്തിയിട്ട് എടുക്കണമെങ്കിൽ. പിന്നെ ഇത് കണ്ടോ കരിമ്പനയുടെ ഒരു പൂവിൻ്റെ ആകൃതിയിൽ കേട്ടോ, കരിമ്പനയുടെ ഇതുപോലെ. അപ്പോൾ ഇത് നമുക്ക് ആ ചെത്തുന്ന പനല്ലേ, ഇവിടെ കള്ള് ചെത്തുന്ന പനുണ്ട്, അതിൻ്റെ അവരിങ്ങനെ അതിൻ്റെ ആ വളർന്ന് വരുന്ന കള്ളിങ്ങനെ എടുക്കുന്ന അതിൻ്റെ ഓരോ ഇതുണ്ടാവുമല്ലോ, നാമ്പ് പോലുള്ള, അത് ചെത്തിയിട്ട് ഇടുന്ന ശരിക്കും റോസാപ്പൂവിൻ്റെ അതുപോലെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ചെറിയത് ഈ കരിമ്പനയാണ് ചെത്തുന്നത്. കള്ള് ചെത്തിയിട്ട് അവർ പോകുമ്പോൾ ഇതിങ്ങനെ ചെത്തിയിട്ട് താഴെ ഇങ്ങനെ ഇടും. അപ്പോൾ കണ്ടോ, ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഐറ്റമൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ കുറേ പെറുക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇനിയിപ്പോൾ ഒരുപാട് ഇരുട്ടാവും ചെയ്ത് നമുക്ക് വീട്ടിലേക്ക് പോവാം. നല്ല ഇത് വെച്ചിട്ട് ഞാൻ ഇനി ഒരു പ്രാവശ്യം കാണിച്ചു തരാം കേട്ടോ. ഓരോന്നൊക്കെ എത്ര എറിയുണ്ട്, ഞാൻ ഒരുപാട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഓരോ പ്രാവശ്യമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് വെച്ചിട്ട് ഒരേ പ്രാവശ്യം ഒരേ പൂവൊക്കെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ വീട്ടിലേക്ക് പോവാം. ഒരുപാട് വൈകി കേട്ടോ, ഇരുട്ടാവാറായി. ഈ പനയുടെ ചെറിയ നൊങ്ക് തേങ്ങ ഉണ്ടല്ലോ, കരിമ്പന തേങ്ങ, അത് വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനം ഈ ചെറിയ നൊങ്കിൻ്റെ തേങ്ങ അങ്ങനെ വീഴുന്ന അതെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പെയിൻറ് എടുത്തിട്ടുണ്ട്, ഒരു ഗ്രീൻ കളർ പെയിൻറ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു റെഡ് കളർ പെയിൻറ്, പിന്നെ ഒരു കത്രിക, പിന്നെ ഒരു കമ്പി എടുത്തിട്ടുണ്ട് തണ്ട് കൊടുക്കാനായിട്ട്, അത് കട്ട് ചെയ്യാൻ ഒരു കട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലൂ എടുത്തിട്ടുണ്ട്, ഗണ്ണ്, പിന്നെ ഒരു ഗ്രീൻ ടാപ്പ്, ഇതിൻ്റെ ഇല കൊടുക്കാനായിട്ട് ചെറിയൊരു പാളട ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാളട ഇത് ഞാൻ ശരിക്ക് ഒന്ന് പെയിൻ്റ് അടിച്ചത് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്തിട്ട് പെയിൻ്റ് അടിക്കുന്ന ഈ പെയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാട്ടോ ഞാനത് എടുത്തിരിക്കുന്നത്. ഇത് 2-3 ഇരിക്കുന്നുണ്ട്. ഇത് നമ്മൾ പെട്ടെന്നായി കഴിഞ്ഞ് ഉണങ്ങാൻ. പാള എടുത്തിട്ടുണ്ട്, അതിങ്ങനെ ചെറുതായിട്ട് നമ്മൾ ഇലയ്ക്ക് വേണ്ടിയിട്ട് ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാനായിട്ട് ചിലവർക്കൊരു സംശയം ഉണ്ടാവും. വീഡിയോ ഇടാൻ ഒരുപാട് ഇത് പെറുക്കി വന്നപ്പോഴേക്കും സമയം വഴുകി. പിന്നെ ഒരുപാട് ലേറ്റായത് സുഖമില്ലാതിരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ടായിരുന്നു വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായത്. അപ്പോൾ ഇലയ്ക്കുള്ള ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് കണ്ടോ, ഈ പെയിൻ്റ് കേട്ടോ അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഓൾറെഡി 2 ഇത് പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനതിപ്പോൾ കാണിക്കുന്നില്ല, ഉണങ്ങാൻ ലൈറ്റായി കഴിഞ്ഞാൽ. അപ്പോൾ ഈ പെയിൻറ്റ് ഫാബ്രിക് പെയിൻറ്റ് തന്നെയാണ് ഇതിൽ അടിക്കുന്നത് കേട്ടോ, സംശയമുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളൊന്ന് ഫ്ലവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കഷ്ണം കമ്പി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളൊരു കമ്പി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഇപ്പോൾ ഇത് ഇങ്ങനെ കാണാൻ തന്നെ ഉണ്ടോ, ഇത് പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ പെയിൻ്റ് അടിക്കേണ്ടവർക്ക് അടിക്കാം. ഇത് നല്ല ശരിക്കൊരു റോസാപ്പൂവിൻ്റെ പോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് നല്ല ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ചോട്ടിൽ നിന്ന് വീണടക്കുമ്പോൾ ഇപ്പോൾ നല്ല വെയിലല്ലേ, അപ്പോൾ നല്ല ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ കട്ടറിൻ്റെ ഇത് വെച്ചിട്ട് ഇത് ചെറുതായിട്ടൊരു ഓട്ട തുളച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ബലമുണ്ട് ഇത് ഉണങ്ങിയ കാരണം. അപ്പോൾ നമ്മൾ ചെറിയൊരു ഓട്ട തുളച്ചിട്ടുണ്ട്. അല്ലാതെ നമുക്കിതിൽ തണ്ട് കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ചെറിയൊരു ഓട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ ഈ ഗ്ലൂ വെച്ചിട്ട്
കുറച്ചൊരു ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു പശ വെച്ച് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഹോളിട്ടേക്ക് നമ്മൾ കുറച്ച് പശ വെച്ച് തേച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഇത് ചെറുതായിട്ടൊന്ന് തള്ളി കൊടുത്തു കേട്ടോ. ഈ കമ്പി എങ്ങോട്ട് വളച്ചാലും പെട്ടെന്ന് വളഞ്ഞ് കിട്ടുന്നതാണ് കേട്ടോ. അത് ക്രാഫ്റ്റിൻ്റെ ഐറ്റം വാങ്ങുന്ന ഷോപ്പിൽ തന്നെ കിട്ടും. എന്താ ഇങ്ങനെ 2-3 നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഈ ഷീറ്റ് വെച്ചിട്ടുണ്ട്. ഇത് ഷീറ്റിലാവാതിരിക്കാൻ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചതാട്ടോ. അപ്പോൾ ഇത് ഇവിടെ 2 കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാൻ റെഡ് കളറാണ് കൊടുക്കുന്നത്. നിങ്ങൾ യെല്ലോ കളറോ വൈറ്റോ ഏത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഞാൻ റെഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നല്ല ഒട്ടി കഴിഞ്ഞതിന് ശേഷം മാത്രം എടുത്തിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്യാം. ഇത് പെയിൻറ്റ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. പെയിൻറ്റ് ചെയ്യാത്ത കാണാനും ഭംഗിയുണ്ട്. അപ്പോൾ ശരിക്കും നല്ലൊരു പൂവിൻ്റെ ഒരു ആകൃതി തന്നെ ഉണ്ട്. നാച്ചുറലായിട്ട് ഇങ്ങനെ ഉള്ളതാണ്, ഒട്ടിച്ചതൊന്നല്ല കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നും ഇവിടെ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞു കേട്ടോ. ഇതും കൂടി നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ചെറിയ ബ്രഷ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. വെള്ളം കൂട്ടാതെ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അതുകൊണ്ട് വെള്ളം കൂട്ടാതെ കേട്ടോ. പിന്നെ അതല്ല, കുറച്ച് തിക്കിലായി കഴിഞ്ഞാൽ നമുക്ക് ആ പൂവിന് നല്ലൊരു ഭംഗി തോന്നും. അതുകൊണ്ടാണ്. പിന്നെ ചെറിയൊരു നിഴലിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. ഇതൊക്കെ എടുത്ത് കൊണ്ടുവന്നപ്പോഴേക്ക് കുറച്ച് ടൈം പിടിച്ചു. പിന്നെ ഇന്ന് നൈറ്റാണ് എടുക്കുന്നത്. പിന്നെ ഒരുപാട് ലേറ്റ് ആയത് എനിക്ക് സുഖമില്ലാതിരുന്നു. അതുകൊണ്ട് കേട്ടോ ഒരുപാട് ലേറ്റായത് വീഡിയോ ഇടാൻ. ഇപ്പോൾ 2 കളർ ഞാനിവിടെ പെയിൻറ്റ് ചെയ്തെടുത്തു കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ സൈഡിൽ അറ്റത്ത് കൂടെ ഈ ഒരു കളറ്, ചെറിയൊരു പീച്ച് കളറാണ് കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് വേറെ കളറ് റെഡ് വെച്ചിട്ടെടുത്ത കാരണം ചെറുതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊരു ലൈറ്റ് പീച്ച് കളറാണ്. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് കൂടെ ഞാൻ അതൊന്ന് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് ഇങ്ങനെ തോന്നാൻ വേണ്ടിയിട്ടാട്ടോ. നിങ്ങൾക്ക് ഇനി ഒറ്റ കളർ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്താൽ മതി. ഞാനിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഭംഗി കിട്ടുമെന്ന് എനിക്ക് തോന്നിയോണ്ട് ഞാനിങ്ങനെ കൊടുക്കാം കേട്ടോ. ചെറുതായിട്ടാട്ടോ ഞാൻ കൊടുക്കുന്നുള്ളൂ. ഒറ്റ കളർ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്താൽ മതി. പക്ഷെ ഞാൻ ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കൊടുത്തപ്പോൾ എനിക്കൊരു ഭംഗി തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ കൊടുത്തു. ഇനി നമുക്കിതിൽ ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ രണ്ടും ഞാനിവിടെ പെയിൻറ്റ് ചെയ്തെടുക്കൽ കഴിഞ്ഞു. അപ്പോൾ ഈ ഗ്രീൻ ടാപ്പ് നല്ല പശ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് നല്ല ഒട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ആദ്യം ഒന്ന് ചുറ്റിയിട്ട് പകുതിക്ക് ചുറ്റിയിട്ട് ഇത് ഉണങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പകുതി ഇങ്ങനെ തള്ളി കൊടുത്താൽ ഇതിൻ്റെ അറ്റത്തേക്ക് തന്നെ പോകും കേട്ടോ. കണ്ടില്ലേ, ഫസ്റ്റ് മുതലേ അവിടെ നിന്ന് കൂടിക്കോളും. നല്ല ഒട്ടുന്ന ഗ്രീൻ ടാപ്പാണ് കേട്ടോ. ഇത് നല്ല ടാപ്പാണ്. അപ്പോൾ ഇതിൽ ഞാനിവിടെ എത്തുമ്പോൾ ഒരു ഇല വെച്ച് കൊടുക്കുന്നുണ്ട്. വാളയുടെ ഇല കേട്ടോ. ഞാനത് ഫസ്റ്റ് പറഞ്ഞില്ലേ കട്ട് ചെയ്തിട്ട് എങ്ങനെ ഇതാക്കേണ്ടതെന്നൊക്കെ ഫസ്റ്റ് പറഞ്ഞു തന്നിരുന്നു. ഇത് ചെറുതായിട്ട് ഇലയിലേക്ക് ആയിട്ടുണ്ട്, കാരണം നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല. അതുകൊണ്ട് കേട്ടോ. കമ്പി ആയ കാരണം ശരിക്കും ഈ പൂവ് നമ്മളെങ്ങനെ അങ്ങോട്ട് വളച്ചാലും അതേപോലെ തന്നെ ഈ ഇലയായാലും തണ്ടായാലും ഈ കമ്പിയിൽ ചുറ്റിയ കാരണം എങ്ങോട്ടായാലും ശരിക്കും വളഞ്ഞു നിൽക്കും കേട്ടോ. ശരിക്കും പൂവിൻ്റെ ഒരു ഇതുപോലെ തന്നെ അത് വളഞ്ഞു നിൽക്കും. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് രണ്ടും ഇതിവിടെ ചുറ്റൽ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ശരിക്കുള്ള ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ശരിക്കും നാച്ചുറലായിട്ടുള്ള കരിമനയുടെ ശരിക്കും ഒരു ഫ്ലവറിൻ്റെ ആകൃതിയിൽ തന്നെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അതേ രൂപത്തിലാണ് നമ്മളത് കളർ ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയത് കേട്ടോ. ഇങ്ങനെയൊക്കെ ഓരോന്ന് പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എത്ര നല്ല ഭംഗിയുള്ള ഓരോ
ശരിക്കൊരു ഫ്ലവറിൻ്റെ നല്ലൊരു രൂപത്തിലാണിത് കാണുന്നത്. അപ്പോൾ നമ്മളത് കണ്ടുപിടിച്ചിട്ട് എടുത്തിട്ട് ഇത് ഇതേപോലെയൊക്കെ ആക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ഓരോന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നും ഒഴിവാക്കരുത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല ഭംഗിയുണ്ടെന്ന് എനിക്ക് ഭംഗിയുള്ളതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യണം. അപ്പോൾ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.